Hello friends, welcome to channel. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു പുതിയ മോണിറ്റർ ആണ്. നമ്മൾ നമ്മുടെ ഇപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കണ്ടിരിക്കുന്നത് നമ്മുടെ ഓൾറെഡി ഉള്ളത് നമ്മുടെ 𝗵𝗁𝗃 21 ഇഞ്ചിന്റെ ഒരു മോണിറ്റർ ആയിരുന്നു. ഞാൻ അത് കുറെ കാലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഓൾമോസ്റ്റ് ഒരു 4-5 കൊല്ലമായി തോന്നുന്നുണ്ട്. 2018 റേഞ്ചിലൊക്കെ വാങ്ങിച്ചാന്നുണ്ട്. 2018-19 റേഞ്ചിൽ വാങ്ങിച്ചേക്കുന്നതാണ്. ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചാണ്. ഇത് ഇപ്പോഴും ഒരു കുഴപ്പമില്ല കേട്ടാ. പക്ഷെ ഇത് നമുക്കിതിൽ എന്താ പറയുക റിഫ്രഷ് റേറ്റ് സംഭവങ്ങളൊക്കെ കുറവാണ്. ചെറിയ മോണിറ്റർ ആണ്, 21 ഇഞ്ച് ഉള്ളപ്പോൾ നമ്മുടെ കണ്ണിൻ്റെ സ്ക്രീനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ അത് ആക്ച്വലി ഒരു പുതിയൊരു മോണിറ്ററിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വിചാരിച്ചു. പിന്നെ നമ്മുടെ റൂം ഞാൻ ആക്ച്വലി നമ്മളൊരു ചെറിയ ടിവിയും കൂടി നമ്മുടെ റൂമിലേക്ക് വാങ്ങിച്ചാലോ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയത്. നമ്മൾ വാങ്ങിച്ചേക്കുന്നത് സാംസങ്ങിന്റെ ഒരു സ്മാർട്ട് മോണിറ്റർ ആണ്. സ്മാർട്ട് മോണിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി TV ആയിട്ട് മോണിറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഇതിനൂടെ റിമോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 32 ഇഞ്ചിന്റെ ആണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. M7 എന്നൊരു മോഡലാണ്, 4K മോഡലാണ്. നമുക്കിതിൽ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സാംസങ്ങിന്റെ തന്നെ സ്മാർട്ട് ടിവിയിൽ വരുന്ന അതേ എന്താ പറയുക ടൈസൺ വോയിസ് നമുക്ക് ഇതിൽ ഇൻബിൽഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നെറ്റ്ഫ്ലിക്സ് അവരുടെ റിമോട്ടിൽ തന്നെ നമുക്ക് നോർമൽ നമ്മുടെ ടിവിയുടെ റിമോട്ടിൽ കിട്ടുന്ന പോലത്തെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ആപ്പിൾ എയർപ്ലേ നമുക്ക് ഇടുന്നുണ്ട്. അതായത് നമുക്ക് വയർലെസ്ലി നമുക്ക് ആപ്പിൾ ഡിവൈസസ് അതിൽ മാക്ബുക്ക് ഒക്കെ കണക്ട് ചെയ്യാം, ഫോൺസ് കണക്ട് ചെയ്യാം, നമ്മുടെ നോർമൽ ലാപ്ടോപ്പ് കണക്ട് ചെയ്യാം, എല്ലാം എന്ത് വേണമെങ്കിൽ കണക്ട് ചെയ്യാം, വയർലെസ്ലി കണക്ട് ചെയ്യാൻ പറ്റൂട്ടോ. അതുപോലെ തന്നെ HDMI സംഭവങ്ങളൊക്കെ ഉണ്ട്. വേറെ കാര്യം നമുക്കിതിൽ നമ്മൾ ബ്ലാക്ക് കളറാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതിൽ ആക്ച്വലി ഒരു വൈറ്റ് കളറും അവൈലബിൾ ആണ് കേട്ടോ. വൈറ്റ് കളറിന് ചെറിയൊരു റേറ്റ് കൂടുതലുണ്ട്, 2000 രൂപ കൂടുതലൊക്കെ ഉണ്ട്. 28-26 ഇഞ്ചൊക്കെ നമുക്ക് പ്രൈസ് വരുന്നുണ്ട് ഇതിന്. ഇതിന്റെ ഫുൾ HD മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. അതിനാണെങ്കിൽ നമുക്കൊരു 21 റേഞ്ചൊക്കെ നമുക്ക് പ്രൈസ് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൽ പിന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക ഡക്സ്, സാംസങ്ങിന്റെ ഡക്സ് സപ്പോർട്ടാണ്. നമ്മുടെ ടാബ് നമ്മുടെ സാംസങ് ആണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സാംസങ്ങിന്റെ ടാബാണ്, സീരീസ് ടാബാണ്. അപ്പോൾ അതിൽ നമുക്ക് ഡക്സ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അത് വേണമെങ്കിൽ വയർലെസ്ലി കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നല്ല സ്പീക്കേഴ്സ് വരുന്നത്, അതായത് തന്നെ TV ആയതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ നമ്മുടെ മോണിറ്റേഴ്സിൽ കിട്ടുന്ന പോലത്തെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള സ്പീക്കർ അല്ല ഇതിൽ വരുന്നത്. അത്യാവശ്യം നല്ല വോയിസ് ഉള്ള സ്പീക്കർ തന്നെയാണ്. അതുപോലെ തന്നെ ഓഫീസ് 360 വോയിസ് നമുക്ക് ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മൗസും കീബോർഡും വേണമെങ്കിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ നമുക്ക് USB പോർട്ട് വരുന്നുണ്ട്. അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് അതിന്റെ പേര് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഒരു സ്മാർട്ട് TV ആണ്. സ്മാർട്ട് TV പ്ലസ് മോണിറ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതേ ഫീച്ചേഴ്സ് തന്നെയായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അൺബോക്സിംഗും ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ബോക്സ് കൂടി ഇരിക്കുന്നുണ്ട്. ഞാൻ കുറച്ചുകൂടി വൈഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ബോക്സ് കണ്ടു. അപ്പൊ ഇത് ഫുള്ള് നമ്മുടെ ഇതിൽ കൊള്ളില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അൺബോക്സിങ് സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ട് നമുക്ക് ഞാൻ TV എടുത്ത് പുറത്ത് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. വെച്ചാൽ നമ്മുടെ ഇതിന്റെ ഉള്ളിൽ ഇത് നോർമലി ഇങ്ങനത്തെ ഒരു ബോക്സ് ആണ്. വേറെ സാംസങ്ങിന്റെ TV വരുന്ന അതേപോലത്തെ ടൈപ്പ് ബോക്സ് ആണ് കണ്ടു. അതേ സ്റ്റൈല് ബോക്സ് തന്നെയാണ്. നമുക്ക് ഒരു കാർഡ്ബോർഡ് ബോക്സ്, വലിയ ഡീറ്റെയിൽസ് കാണാനൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാട്ടാ. അപ്പൊ നമ്മൾ ഇത് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഇത് നമ്മുടെ ഓൾറെഡി നമ്മുടെ ഒരു ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഒരു സ്റ്റാൻഡ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഇപ്പൊ നമ്മുടെ 𝗵𝗁ന്റെ മോണിറ്റർ വെച്ചിങ്ങനെ ആ സ്റ്റാൻഡിൽ വെക്കാനുള്ള ഒരു ഉദ്ദേശത്തിലാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ നമുക്ക് ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് വയേഴ്സും അതുപോലെ തന്നെ റിമോട്ടൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ അതെല്ലാം എടുത്ത് കാണിച്ചു തരാം. എന്തൊക്കെ വയേഴ്സ് എന്ന് നോക്കി നോക്കാം. വയേഴ്സ് കണ്ടിട്ട് നമുക്ക് HDMI കേബിൾ ഉണ്ടെന്നുണ്ട്. പിന്നെ നമുക്കൊരു പ്ലേറ്റ്, നമ്മുടെ സ്റ്റാൻഡിന്റെ പ്ലേറ്റ് ആണിത്. അതിന്റെ തന്നെ സെറ്റപ്പ് നമുക്ക് ആക്ച്വലി ഇത് ആവശ്യമില്ല, അപ്പോൾ നമ്മളിത് പൊളിക്കുന്നില്ല കേട്ടാ. അപ്പൊ നമ്മുടെ മെയിൻ സംഭവം നമ്മുടെ ഡിസ്പ്ലേ ഉണ്ടോ, ഇതാണ് അതിന്റെ ബാക്ക് ഭാഗം നമ്മൾ എടുത്തത്. അപ്പോൾ നല്ല ഫിനിഷിങ് വരുന്നുണ്ട്. നമുക്ക് ഇതിൽ 𝑠 ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ വരുന്നുണ്ട് കണ്ടു. പിന്നെ നമുക്ക് ഇവിടെ പവർ ഔട്ട്പുട്ട് വരുന്നുണ്ട്, 2 HDMI കേബിൾ, 2 USB വരുന്നുണ്ട്. അതുപോലെ തന്നെ സാംസങ്ങിന്റെ ബ്രാൻഡിങ് ആളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഇതിൽ മൗണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ആക്ച്വലി നമ്മുടെ ഓൾറെഡി ഉള്ള സാധനത്തിലേക്ക് മൗണ്ട് ചെയ്യട്ടെ. അപ്പോൾ അതിൻ്റെ 𝑠 എടുത്തിട്ട് എനിക്ക് വെക്കുക വേണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മളത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ടേബിൾ ആകെ നിറഞ്ഞു ഈ സാധനം വെച്ചപ്പോ. എന്നുവെച്ചാൽ നമ്മുടെ പഴയ സാധനം ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു രക്ഷയില്ലാത്ത സൈസ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് സൈഡിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല. പക്ഷെ എന്റെ സ്പീക്കർ സെറ്റപ്പ് സാധനങ്ങളൊക്കെ ഇവിടെ കൊള്ളാണ്ടായി. അപ്പൊ ഞാൻ ദിവസം അടുത്ത് കാണിച്ചു തരാൻ കണ്ടു. ഇത് കുറച്ച് ചെരിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് സൈസ് വരുന്നത്. 32 ഇഞ്ചിന്റെ സൈസാണ് വരുന്നത്. 4K റെസൊല്യൂഷനിലെ സംഭവം നമുക്ക് കിട്ടുന്ന ഒരു മോണിറ്റർ ആണ് കേട്ടോ. ഇതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിന് നമുക്ക് TV സെറ്റപ്പ് ചെയ്യുന്ന പോലെ സ്മാർട്ട് TV സെറ്റപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് സെറ്റപ്പ് ചെയ്യണം. അപ്പൊ ആ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ ഞാനിതൊന്ന് അറേഞ്ച് ചെയ്യട്ടെ. നമുക്ക് ഇതിൽ കേബിൾസ് കുത്താണ്ട് സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടത്. അതുപോലെ നമ്മുടെ ഓൾറെഡി നമ്മുടെ ഉണ്ടാകുന്ന സ്പീക്കേഴ്സ് ഒന്നും ഇവിടെ കൊള്ളുന്നില്ല ഇപ്പോൾ. അപ്പൊ ഇതൊക്കെ സ്ഥലം മാറ്റണം കേട്ടോ. അപ്പൊ നമുക്ക് ഞെളിക്ക് കഴിഞ്ഞിട്ട് വരാം. അപ്പൊ നമ്മൾ അതിന്റെ കിറ്റ് കാണിക്കാൻ പറഞ്ഞു. ഇതാണ് നമുക്ക് അതിനോട് കിട്ടിയ കിറ്റ്. ഇതിന്റെ കൂടെ നമുക്ക് ഇതില് വയേഴ്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ നോർമൽ സാംസങ്ങിന്റെ TV വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതേ കിറ്റുകൾ പോലത്തെ സംഭവം തന്നെയാട്ടാ. നമുക്ക് ബുക്ക്ലെറ്റ്സ് കാര്യങ്ങളുണ്ട്, റിമോട്ട് ഉണ്ട് ഇവിടെ, പിന്നെ നമുക്ക് വയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം. ഇത് നമുക്ക് 3 ഇയർ വാറണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ സ്റ്റാൻഡ് ഞാൻ എടുക്കുന്നില്ല. അപ്പൊ ഞാൻ സ്റ്റാൻഡ് ഓപ്പൺ ചെയ്തിട്ടില്ല, ഞാൻ അത് കട്ട് ചെയ്തു.
നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിന്റെ ബുക്ക്ലെറ്റ്സും കുറെ സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഇതാ ഇത് കുറേ ബുക്ക്ലെറ്റ്സും സാധനങ്ങൾ കിട്ടുന്നുണ്ട്. വാറണ്ടിയുടെ ബുക്ക്ലെറ്റ്സ് എന്താ അത് നമ്മുടെ വാറണ്ടി ഡീറ്റെയിൽസും കസ്റ്റമർ ഡീറ്റെയിൽസിന്റെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ റിമോട്ട്, ഇത് നമ്മുടെ റിമോട്ടാണ്, കുട്ടി റിമോട്ട്. ക്വാളിറ്റി പാസ് എന്നൊക്കെ സ്റ്റിക്കറും കാര്യങ്ങളും ഒട്ടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൽ നമുക്ക് നെറ്റ്ഫ്ലിക്സ്, സാംസങ് TV, അതുപോലെ തന്നെ പ്രൈം, ഹോട്ട്സ്റ്റാർ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് റിമോട്ടില്ല, അല്ല ബാറ്ററി നമുക്ക് ഇതിൽ വേറെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റിമോട്ട് കിട്ടി. ഇത് എൻ്റെ നമ്മുടെ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഒരു പുതിയ സാംസങ്ങിൻ്റെ TV വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 55 ഇഞ്ച്. അതേ സെയിം റിമോട്ടാട്ടത്. ഇത് രണ്ടും ഉപയോഗിക്കാമല്ലോ. പക്ഷെ അത് സ്പെയർ ചെയ്യേണ്ടി വരും, അത് വേറെ കാര്യം. ഇത് നമുക്ക് അത് നീക്കി വയ്ക്കാം. ഇനി നമ്മുടെ വയറിങ്ങും അതുപോലെ തന്നെ എന്താ പറയുക ബാറ്ററി ഒക്കെ ഉണ്ട്. നമുക്ക് 2 ബാറ്ററിയും കൂടി തന്നിട്ടുണ്ട്. ഡ്യൂറസെൽ ആയിരിക്കും ചിലപ്പോൾ, അല്ലാട്ടോ അതിൽ വേറെ ഒരു ബാറ്ററിയാണ്. ഇത് ഏതൊരു ബാറ്ററി, ആൽക്കലൈൻ ബാറ്ററി തന്നെയാണ്. ഇത് നമ്മുടെ മെയിൻ നമ്മുടെ പവർ കോഡ്. പിന്നെ നമുക്കൊരു HDMI കേബിളും ഉണ്ട് കേട്ടോ. HDMI കേബിൾ ഞാൻ ഓൾറെഡി ഇവിടെ നമ്മൾ 𝗬𝙠𝙀 ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഗോൾഡ് പ്ലേറ്റർ ഒന്നല്ല, നമ്മൾ ഉപയോഗിക്കുന്നത് ഗോൾഡ് പ്ലേറ്ററൊക്കെയാണ്. അത് മാറ്റി വയ്ക്കാം. നമുക്കിത് ബാറ്ററിയിലേക്ക് ഇടാം. നമുക്കിതിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ കുത്തണം, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അതൊക്കെ കുത്തിയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോംസ്, നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജ്, നമ്മുടെ ബൂട്ടിംഗ് അപ്പ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ലാംഗ്വേജ് സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് സ്മാർട്ട് മോണിറ്ററാണ്. അപ്പോൾ നമുക്ക് TV സെറ്റ് ചെയ്യണം പോലെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഹൈ കൊടുത്തു. അപ്പോൾ 2 സിമ്പിൾസ് ഓപ്ഷൻസ് പറഞ്ഞാൽ ഹൗ വുഡ് ലൈക്ക് ടു ഗെറ്റ് സ്റ്റാർട്ട് എന്ന സ്മാർട്ട് ഫോൺ വേണോ അതുപോലെ തന്നെ റിമോട്ട് കൺട്രോൾ ആണോ നോക്കിയിട്ട്, അപ്പോൾ നമ്മൾ റിമോട്ട് കൺട്രോൾ എടുക്കുകയാണ്. പിന്നെ അടുത്ത് നമുക്ക് നമ്മുടെ വൈഫൈ കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ വൈഫൈ ഒന്ന് കണക്ട് ചെയ്യട്ടെ. ചിലപ്പോൾ അതിൻ്റെ എന്താ പറയുക മിക്കവാറും നമുക്ക് നമ്മുടെ എന്താ പറയുക ഇതുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്, അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അഗ്രി ടു ഓൾ അടിച്ചു. ഇനി നമുക്ക് ഓക്കെ അടിക്കാം. അപ്പോൾ ഞാൻ ഓക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ചെക്കിംഗ് ഫോർ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. മിക്കത് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്താൽ കുറച്ചും കൂടി ടൈം എടുക്കും. അപ്പോൾ അതാ കണ്ടില്ല, നമുക്ക് ഓൾറെഡി ഇൻസ്റ്റാൾ ദ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് എന്തായാലും ഇപ്പോൾ ചെയ്യുന്നില്ല. എന്താ വെച്ചാൽ ഓൾറെഡി 28 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ടൈം എടുക്കും. അപ്പോൾ ഞാൻ ലേറ്റർ കൊടുക്കുകയാണ്. നമുക്ക് പിന്നെ ചെയ്യാം. ഇത് ഓൾമോസ്റ്റ് നമ്മുടെ സാംസങ് TVയുടെ അതേ സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന വെക്കാമെന്ന് പറയുന്നത്. ഇത് ഞാൻ തൽക്കാലം നമുക്ക് അത് സൈൻ ഇൻ ചെയ്യേണ്ടി വരും. വേറെ ഓപ്ഷൻസ് നമുക്ക് കാണാനില്ല. അപ്പം നമ്മളിതൊന്ന് സൈൻ ഇൻ ചെയ്യട്ടെ കേട്ടോ. അതർവൈസ് ടു സൈൻ എന്നതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സ്കാൻ ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ സൈൻ ഇൻ ആയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി എൻ്റെ ടാബ് ഉപയോഗിച്ചിട്ട് ചെയ്തത്. ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി. ഓൾറെഡി നമ്മുടെ സാംസങ്ങിൻ്റെ ടാബ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി സൈൻ ആയിക്കോട്ടെ നമ്മുടെ സാംസങ് അക്കൗണ്ടിലേക്ക്. അപ്പോൾ ഒരു എൻ്റെ അടുത്ത് പിന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനൊരു പിന്ന് സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ പിന്നും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ ആക്ച്വലി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സീരിയൽ നമ്പർ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കൊടുക്കുകയാണ്, രജിസ്റ്റർ കൊടുക്കുകയാണ്. അപ്പോൾ രജിസ്റ്റർ ഡിവൈസ് ടു ഗെറ്റ് ദ മോസ്റ്റ് ഔട്ട് ഓഫ് കസ്റ്റമർ കെയർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ജനറൽ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഹോം സ്ക്രീൻ, ഐഗ്രീഡ്, സ്റ്റോറേജ്, ബാക്കപ്പ്, ഓക്കെ ബാക്കപ്പ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ചെക്കിങ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെക്ക് ഫോർ സേവ് സെറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ നോർമലി സെറ്റിംഗ്സ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇനി ടാബിൽ ഉണ്ടെങ്കിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ സർവീസ് പ്രൊവൈഡർ അടിക്കാൻ പറയുന്നുണ്ട്. നമ്മുടെ പിൻ കോഡ് അടിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പിൻ കോഡ് ഒന്ന് അടിക്കട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ പിൻ കോഡും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇമെയിൽ ID കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതിപ്പോൾ സ്കാനിങ് ഫോർ ഡിവൈസസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ യുവർ സ്മാർട്ട് മോണിറ്റർ ഈസ് നൗ ഐഡൻറ്റിഫൈയിങ് കണക്റ്റഡ് ഡിവൈസ് എന്ന് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി വേറെ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. നമ്മുടെ PC കണക്ട് ചെയ്തിട്ടുണ്ട്. HDMI വഴി നമ്മൾ PC കണക്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ സെർച്ചിങ് ആണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറെ സ്കിപ്പ് ചെയ്യാൻ അങ്ങനത്തെ സംഭവമൊന്നും ഓപ്ഷൻ കാര്യങ്ങളൊന്നുമില്ല. പോസ്റ്റ് സെക്ഷൻ മാത്രമേ ഇപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും കുറച്ച് നേരം. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഈ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യട്ടെ. എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ ആ സൈസിൽ വെക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഷേപ്പ് അല്ലെങ്കിൽ സൈസ് കൊള്ളില്ല ഇനി. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ സംഭവങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ കേട്ടോ. നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇതിൻ്റെ അൺനോൺ വന്നിട്ട് അതിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് അടിക്കാം നമുക്ക്. അപ്പോൾ യുവർ സ്ക്രീൻ വാസ് ആമ്പിൾഡ് ഐഡൻറ്റിഫൈ എനി കണക്റ്റഡ് കേബിൾ ഓർ സാറ്റലൈറ്റ് ബോക്സസ് ടു സെറ്റപ്പ് യുവർ ഡിവൈസ്. അത് നമുക്ക് TV വഴിയാണ്, നമുക്ക് വേണ്ട. ഓക്കെ കൊടുത്തു നമ്മൾ. അപ്പോൾ ഡിസ്കവർ എ ഫാസ്റ്റർ വേ ടു ലിങ്ക് യുവർ ആപ്സിന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും സ്കിപ്പ് ചെയ്യാം. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മുടെ കുറേ ടൈം എടുക്കുന്നുണ്ട്. ഇത് കണ്ടു, നമുക്ക് സൗണ്ട് ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ 24 കൊടുത്തുള്ളത് നമുക്ക് സൗണ്ട് വരുന്നുണ്ടോ കണ്ടു. ഇതിൽ നമുക്ക് ആക്ച്വലി ഇൻബിൽഡ് സ്പീക്കർ, നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കറാണ്, നല്ല സൗണ്ട് ഉണ്ട്. കണ്ടു.
ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് കുറച്ച് ദൂരം നിന്നൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അത് നമ്മുടെ സ്മാർട്ട് ഹോം വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി HDMI പോകാൻ നമുക്ക് ഇവിടെ മുകളിൽ നമുക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ PC സ്ക്രീനിലേക്ക് വേണമെങ്കിൽ ഈ HDMI അമർത്തിയാൽ മതിട്ടാ. അപ്പോൾ നമ്മുടെ ഏത് പോർട്ടിൽ HDMI കണക്ട് ചെയ്തേക്കണേ അതിലേക്ക് അത് കണക്ട് ആകും. ഇപ്പോൾ നമ്മൾ HDMI 1 നമ്മൾ കണക്ട് ചെയ്തേക്കണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കിലേക്ക് നമുക്ക് നോക്കാൻ പറ്റിയില്ല. എന്തായാലും ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാ നമ്മുടെ PC ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ PC നമ്മളിപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ PC സ്റ്റാർട്ടാക്കി വരട്ടെ. അതുകൊണ്ട് നമ്മുടെ ചാനലിൻ്റെ പേര് കാര്യങ്ങളൊക്കെ വന്നു. ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അത് ഭയങ്കര ബ്രൈറ്റ്നസ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് VA പാനലാണ്. ബ്രൈറ്റ്നസ് നമുക്ക് ഒരു 300 സംതിങ് ആ റേഞ്ചൊക്കെ നമുക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് പ്രൈസ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമുക്ക് വാല്യൂ ഫോർ മണി വരുന്നത് നമ്മുടെ ഫുൾ HD ഡിസ്പ്ലേ തരുന്ന M5 എന്ന് പറഞ്ഞ മോഡലാണ് നമുക്ക് വാല്യൂ ഫോർ മണി തരുന്നത് കേട്ടോ. അപ്പോൾ ഇതും ഒരു രക്ഷയില്ലാത്ത തന്നെയാണ്. നമ്മൾ ഈ 21 ഇഞ്ച് കണ്ടിട്ട് ഇത് ഭയങ്കര ഹ്യൂജ് പോലെ. അപ്പോൾ നമ്മുടെ ആ സൈഡൊന്നും കാണാനില്ല. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക ഈ സൈനിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ ചാനലിലെ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. വെച്ചാൽ നമുക്കൊരു സ്പീക്കർ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ ഉണ്ട്. ഡിസ്പ്ലേ ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഞാൻ ഇത് ഫുൾ ഡിസ്പ്ലേ കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. നമ്മുടെ ക്യാമറയിൽ കൂടുതലും ചെയ്ത് നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ അങ്ങനെ സൈസ് തോന്നില്ല കേട്ടോ. പക്ഷെ ഭയങ്കര സൈസ് ഉണ്ട് സാധനം. അടുത്തുനിന്ന് കാണാൻ കുറച്ച് പാടാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന് അടുത്തിരിക്കുകയാണെങ്കിൽ നല്ല അകലന്നിരിക്കാൻ പറ്റാത്തൊരു ടൈപ്പ് ടേബിളൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു 27 ഒക്കെ എടുത്താൽ മതിട്ടാ. ഇതിപ്പോൾ എൻ്റെ കുറച്ച് അടുത്തായി പോയി. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ബാക്കിലേക്ക് ഇരിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഇപ്പം ഞാൻ ഇരിക്കുന്ന ഈ ഏരിയയിലൊക്കെ നമ്മുടെ 2 കൈൻ്റെ റേഞ്ചിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ സൂപ്പറാണ് കാണാൻ. അതായത് നല്ല ക്ലിയർ ആയിട്ട് എല്ലാ സംഭവങ്ങളും കാണും. ഇതിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വലിയ TV എത്ര ഉണ്ട് ശരിക്കും 27 ഇഞ്ചിൻ്റെ മതിയെന്ന് നമുക്ക് തോന്നുന്നു നമ്മുടെ ടേബിൾ സൈസ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട്. അപ്പോൾ ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കി നോക്കാം സൗണ്ടും കാര്യമായിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ഫുള്ളാക്കാട്ടാ. ശരിക്കും കണ്ടു വലിയ TV കാണുന്ന പോലെ ഉണ്ട്. സൗണ്ട് കണ്ടു. സൗണ്ട് ഞാൻ ഫുള്ളാക്കിയത് ഇപ്പോൾ 47-50 ആയിട്ടുള്ളൂ. ഇതിപ്പോൾ ഞാൻ വോയിസ് മ്യൂട്ട് ചെയ്താണ്. അപ്പോൾ വോയിസ് അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എക്സ്ട്രാ സ്പീക്കറിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം നല്ല വോളിയം കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. നമ്മുടെ നോർമൽ ടിവിയുടെ പോലെ തന്നെ ഉണ്ട്. നോർമൽ ടിവിയുടെ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് പിക്ചർ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിപ്പോൾ നമുക്ക് 1080p തന്നെയാണ് തോന്നുന്നു കിടക്കുന്നത്. എൻ്റെ വീഡിയോസ് നമ്മളെല്ലാം വരുന്നത് 1080p-ലാണ്. അതിപ്പോൾ 1080p തന്നെയാണ് കിടക്കുന്നത്. കണ്ടോ അത്യാവശ്യം ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. കണ്ടോ കൊള്ളാട്ടോ. അതെന്തായാലും കൊള്ളാം. അപ്പോൾ നമുക്കിതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമുക്ക് സ്മാർട്ട് ഫീച്ചേഴ്സും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോവാം. ഇതെന്തായാലും നിങ്ങൾ കുറെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്താ വെച്ചാൽ അത്ര പുതിയതല്ല. റീസെന്റ് ഇറക്കിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഹോം പേജ് അമർത്തി കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഈ പേജിലേക്ക് പോട്ടെ നമ്മുടെ ഡെക്സിന്റെ സംഭവത്തിലേക്ക് പോകും. ഇത് നമുക്ക് ഇതിൽ കുറെ അങ്ങനത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടു നമുക്ക് മാക്ക് വേണമെങ്കിൽ കണക്ഷൻ കേടിന്റെ വിൻഡോസ് PC-യുടെ കണക്ഷൻ കേട് വേണമെങ്കിൽ അതുണ്ട്. മാക്കിന്റെ ഉണ്ട്. സാംസങ് ഡെക്സ് ഉണ്ട്. നമ്മുടെ എന്താ പറയുക നമ്മുടെ ടാബ് സാംസങ്ങിന്റെയാണ്. അപ്പോൾ അതിൽ ഡെക്സ് സപ്പോർട്ട് ഉണ്ട്. പിന്നെ നമുക്ക് ഗൂഗിൾ മീറ്റും Microsoft 365 ഇതിൽ ഇൻബിൽഡ് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ഇത് കുത്താം. അതായത് നമ്മുടെ കീബോർഡ് മൗസ് കുത്തിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് ഇതിൽ വേണമെങ്കിൽ സൈൻ ഇൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ മീഡിയ മോഡാണ്. അത് നമ്മുടെ നോർമൽ നമ്മുടെ എന്താ പറയുക ഇപ്പോൾ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ യൂട്യൂബിലേക്ക് പോവാം. അപ്പം ഞാൻ ആപ്പിൾ TV സംഭവം നോർമൽ നമ്മുടെ സാംസങ്ങിൽ വരുന്ന അതേ ടൈസൺ വോയിസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്ലാക്ക് തന്നെയാണ്. ഭയങ്കര എന്തായാലും LED-യുടെ ഉണ്ട്. നമ്മുടെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലീവലത്തെ പാട്ടും കാര്യങ്ങളൊക്കെ വരുന്നില്ല. അപ്പോൾ പാട്ട് വയ്ക്കാനുള്ള രക്ഷയൊന്നും ഇല്ല. എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി കെയറിലേയും വരും. അപ്പം നല്ല സ്മൂത്താണ്. കണ്ടു ഇത് ഭയങ്കര സ്മൂത്താണ്. നമ്മുടെ റിമോട്ടിലാണ് നമ്മളിപ്പോൾ ഇത് കൺട്രോൾ ചെയ്യുന്നത്. കണ്ടു നല്ല സ്മൂത്താണ്. അപ്പോൾ നമ്മൾ ഹോം അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് പെട്ടെന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ് പെട്ടെന്ന് തന്നെ ലോഡ് ആവുന്നുണ്ട്. ഇനീഷ്യൽ ലോഡിങ് ആണ് പെട്ടെന്ന് തന്നെ വന്നുണ്ട്. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ത് പെട്ടെന്ന് ലോഡ് ആവണേ. അതുപോലെ നമ്മളിത് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് പ്രൈമിലേക്ക് പോയി നോക്കിയാൽ സാംസങ് TV+ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ വരെ കേബിൾ പരിപാടിയുണ്ട്. എന്ത് പെട്ടെന്ന് ലോഡ് ആവുന്നുണ്ട്. ഭയങ്കര സ്പീഡ് ഒരു രക്ഷയില്ലാത്ത സ്പീഡ് വരുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി പ്രൊസസർ തന്നെ വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആവശ്യമില്ലാത്ത ആപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുക സോണി ലൈവ് Z5 അങ്ങനത്തെ ആപ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഹോം പേജിലും കാര്യങ്ങളൊക്കെ ഇടാൻ കണ്ടു. നമുക്ക് ജിയോ സിനിമ ഇന്റർനെറ്റ് അതായത് നമുക്ക് ബ്രൗസിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം. സ്മാർട്ട് TV ആണല്ലോ. Z5 സോണി ലൈവ് Spotify Apple TV ഗാലറി ഉണ്ട്.
അപ്പോൾ നമുക്ക് ഇങ്ങനെ മൾട്ടി സംഭവങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഇൻസ്റ്റാൾഡാണ്. അതുപോലെ തന്നെ മെക്സ് പ്ലെയർ, ഗ്ലാൻസ്, യൂട്യൂബ് കിഡ്സ്, ഗാന, ഇതൊക്കെ നമുക്ക് ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നുണ്ട്. സ്മാർട്ട് ടി വി ആണ്. നമുക്ക് ഇനി എന്തായാലും ഇന്ന് നമുക്ക് പി സി വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഇവിടെ കണ്ടു, അവിടെ പി സിയുടെ ഒരു സംഭവം ഉണ്ട് കണ്ടു. അപ്പോൾ പി സി അമർത്തി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ പി സിയിലേക്ക് ജമ്പ് ചെയ്തോളും ഉണ്ടാവും, നമ്മുടെ ഇതിൻ്റെ വീഡിയോയിലേക്ക് തന്നെ അവിടെ എത്തും. അപ്പോൾ ഞാനിതൊന്ന് ഓട്ടോ ആപ്പാൻ നിർത്തട്ടെ. അപ്പോൾ പിന്നെ നമുക്ക് ഹോം അമർത്തി കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഈ സെയിം പേജിലേക്ക് തന്നെ വരും കണ്ടു. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പരിപാടി തന്നെയാണ്. നമുക്കിതിൽ എന്താ പറയുക, മിറർ മാസ്ക് ചെയ്യാനും സംഭവങ്ങളൊക്കെ ഈ ഭയങ്കര ഈസിയാണ്. കണക്റ്റഡ് ഡിവൈസ് നമുക്ക് ഇവിടെ കാണാം കണ്ടു. സാംസങ് TV പ്ലസ് വേണോ, അതായത് SS വേണോ, TS വേണോ, യൂണിവേഴ്സൽ ഗൈഡ് സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഇവരുടെ മീഡിയ മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ TV കിട്ടുന്ന ഓൾമോസ്റ്റ് എല്ലാ സെറ്റപ്പും നമുക്ക് ഇതിൽ വരുന്നുണ്ട് കണ്ടു. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അതുപോലെ അതിൻ്റെ എന്താ പറയുക, നമുക്ക് മൾട്ടി വ്യൂ ഉണ്ട്, മൈക്ക് കണ്ടൻസ്, സ്മാർട്ട് മോണിറ്റർ സ്പീഡ്, സൗണ്ട് ഔട്ട്പുട്ട് സ്പീക്കർ, ടൈമർ, ഗ്രാഫിക്സ് മോഡ്. അതായത് നമുക്ക് നമ്മുടെ വിവിഡ് മോഡ് എന്നൊക്കെ പറയില്ലേ, ഗ്രാഫിക്സ് മോഡ് 2 മോഡുണ്ട്, എന്റർടൈൻമെന്റ് മോഡുണ്ട്, ഗ്രാഫിക്സ് മോഡും ഉണ്ട്. നമുക്ക് ഇത് എനിക്ക് വേണം എന്റർടൈൻമെന്റ് മോഡാണെന്നുണ്ട് നമ്മുടെ നോർമൽ മോഡ്, മറ്റത് റീഡിംഗ് മോഡ് പോലത്തെ ടൈപ്പാണ്. പിക്ചർ സെറ്റപ്പ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പിക്ചർ മോഡ് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ബ്രൈറ്റ്നസ് കൂട്ടാൻ ആ സംഭവങ്ങളൊക്കെ ഉണ്ട്, കോൺട്രാസ്റ്റ്, ഷാർപ്നെസ്, കളറ്, ടിൻറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബ്ലൂടൂത്ത് നമുക്ക് ഇതിൻ്റെ ഇൻബിൽഡ് വരുന്നുണ്ട്, വയർലെസ് വരുന്നുണ്ട്, സൗണ്ട് മോഡ് വരുന്നുണ്ട്. സൗണ്ട് നമുക്ക് അഡാപ്റ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അതനുസരിച്ച് നമുക്കത് ഓട്ടോമാറ്റിക് എടുത്തോളും. വൈഫൈ സെറ്റിങ്സ് കാണിക്കുന്നുണ്ട്, ഗെയിം മോഡ് കാണിക്കുന്നുണ്ട്, ഐസേവർ മോഡ് കാണിക്കുന്നുണ്ട്. ഐസേവർ മോഡ് നമുക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, യെല്ലോ ലൈറ്റ് പോയി കിട്ടും, ഹൈ ഐസേവർ മോഡ്. അപ്പോൾ ഓഫ് ആയി കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ കൂൾ കളർ കിട്ടും. സപ്പോർട്ട് പേജും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നോർമൽ നമ്മുടെ ഇവരുടെ സ്മാർട്ട് ടി വിയിൽ അത് വരുന്ന അതേ വോയിസ് തന്നെയാണ്, ടൈസൺ വോയിസ്, കണക്റ്റഡ് ഡിവൈസ്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ കൊള്ളാം. സെർച്ച് ഓപ്ഷൻ നമുക്ക് സെപ്പറേറ്റ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ സെർച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. വേറെ പേജിൽ തന്നെ നമുക്ക് പോപ്പുലർ സെർച്ചുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ M5 വാങ്ങിക്കാൻ നിങ്ങൾ എന്തായാലും പറയണം. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു 32 ഇഞ്ചിൻ്റെ അല്ലെങ്കിൽ 27 ഇഞ്ചിൻ്റെ മോണിറ്റർ നോക്കുന്നുണ്ടെങ്കിൽ M5 എന്ന് പറഞ്ഞാൽ മോഡൽ വാങ്ങിച്ചാൽ മതി. ഓൾമോസ്റ്റ് ഒരു 17,000 ആ റേഞ്ചൊക്കെ വരുന്നുണ്ട്. പക്ഷേ നല്ല എന്താ പറയുക, നമ്മൾ കൊടുക്കുന്ന കാശിന് നല്ല വാല്യൂ ഫോർ മണിയാണ്. എന്താ വെച്ചാൽ നമുക്ക് TV ആയിട്ട് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ സെപ്പറേറ്റ് നിങ്ങളുടെ ബെഡ്റൂമിലേക്കാണ് വെക്കുകയെന്ന് വെച്ചാൽ നമുക്ക് സെപ്പറേറ്റ് വേറെ TV വെക്കേണ്ട ആവശ്യമില്ല. അതാണ് അതിൻ്റെ ബെനിഫിറ്റ് വരുന്നത്. ഞാൻ അതുകൊണ്ടാണ് ആക്ച്വലി മോഡൽ വാങ്ങിക്കാൻ കാരണം. ഞാൻ ആദ്യം ഫസ്റ്റ് വിചാരിച്ചിട്ടാണ് നമ്മളൊരു വ്യൂസോണിക്കിൻ്റെ ഒരു മോഡലായിരുന്നു, അത് നോർമൽ മോണിറ്റർ ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ഒരു 32 ഇഞ്ച് അല്ലെങ്കിൽ 27 ഇഞ്ച് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ TV മോഡൽ കൂടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സാംസങ് തന്നെ തിരഞ്ഞെടുത്ത്. ഇതിൻ്റെ വേറെ മോഡൽ എന്ന് പറഞ്ഞാൽ LGക്ക് ഉണ്ട് ഒരു മോണിറ്റർ പ്ലസ് TV മോഡ്. അത് പക്ഷേ ഭയങ്കര ബോറാന്ന് പറയുന്നത്, ഭയങ്കര സർവീസ് ഇഷ്യൂ ഉണ്ട്. പിന്നെ 2021 മോഡലാണ്, ഇത് നമുക്ക് 2023 മോഡലാണ്. പിന്നെ അതിന് ആക്ച്വലി പ്രൊഡക്ഷൻ കാലൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ LGയുടെ എന്താ പറയുക, മോണിറ്റർ കം TV ഒരു മോഡലുണ്ട്, അത് വാങ്ങിക്കേണ്ട കേട്ടോ. അത് ആമസോണിലൊക്കെ ഉണ്ട്, പക്ഷെ വാങ്ങിക്കേണ്ട 4 ഉള്ള റേറ്റിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു മോണിറ്റർ നോക്കുന്നുണ്ടെങ്കിൽ 32 ഇഞ്ചിൻ്റെ മോണിറ്റർ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൊട്ടി സാധനം വാങ്ങിക്കാട്ടോ. എന്താ വെച്ചാൽ ഗെയിമിങ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, പക്ഷെ എന്നാലും ഗെയിമിങ്ങിന് കുഴപ്പമൊന്നുമില്ല. ഒരു പ്രൊഫഷണൽ ഗെയിമേഴ്സ് എന്നാണെങ്കിൽ എടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് എടുക്കാം. ഗെയിമിംഗ് മോഡൊക്കെ സെപ്പറേറ്റ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക, പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നവർക്ക്, വർക്ക് ഫ്രോം ചെയ്യുന്നവർക്കൊക്കെ കണ്ണും പൊട്ടി എടുക്കാം. പിന്നെ എൻ്റെ ഒരു റെക്കമെൻഡേഷനിൽ നിങ്ങൾ കുറച്ച് അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ 27 ഇഞ്ചിൻ്റെ എടുത്താൽ മതി. എന്ന് വെച്ചാൽ മറ്റു കുറച്ച് വലുതായിട്ട് തോന്നും. അപ്പോൾ എനിക്ക് തന്നെ വലുതായിട്ട് തോന്നുന്നുണ്ട്, കുറച്ച് ബാക്കിലേക്ക് ഇരിക്കുമ്പോഴാണ് കറക്റ്റ് ആവുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാം കമൻറ്റ് ബ്ലോഗിലാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.